ഞങ്ങൾ RSSുമായി സഹകരിച്ചിട്ടുണ്ടെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വിവാദ പ്രസ്താവനയിൽ വിശദീകരണവുമായി പിണറായി വിജയൻ. അടിയന്തരാവസ്ഥാ കാലത്ത് RSSുമായി ഒരു തരത്തിലും CPM സഹകരിച്ചിട്ടില്ല എന്നാണ് സംസ്ഥാന സെക്രട്ടറിയെ തിരുത്തിക്കൊണ്ട് പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നത്. സ്വന്തം നിലപാടാണ് അടിയന്തരാവസ്ഥയ്ക്ക് എതിരെ CPM പോരാടിയതെന്നാണ് പിണറായി വിശദീകരിച്ചത്. RSSനെ ഒരിക്കൽ പോലും CPM പ്രീണിപ്പിക്കുകയോ വണങ്ങി നിൽക്കുകയോ ചെയ്തിട്ടില്ല. 215 സഹാക്കളെ കൊന്ന് തള്ളിയവരാണ് RSSകാര്. ആ RSSുമായി യോജിക്കാവുന്ന ഒരു മേഖലയും ഞങ്ങൾക്കില്ല. RSS ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ടെന്ന് പറഞ്ഞ ആളാണ് മുൻ KPCC പ്രസിഡന്റ് K സുധാകരൻ എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഭാരതാംബ വിഷയത്തിൽ കൃഷിമന്ത്രി P പ്രസാദ് വ്യക്തമാക്കിയത് സർക്കാർ നിലപാടാണ്. രാജ്ഭവൻ രാഷ്ട്രീയ പ്രചാരണ വേദിയാക്കാൻ പാടില്ല. രാജ്ഭവനെ RSS ശാഖയുടെ നിലവാരത്തിലേക്ക് തരം താഴ്ത്തരുത്. ഭരണഘടനയോട് അസഹിഷ്ണുത ഉള്ളവരാണ് RSSകാര്. ഭരണഘടനയോടുള്ള വെല്ലുവിളിയെ യാതൊരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഇറാൻ-ഇസ്രായേൽ സംഘർഷം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സയനിസ്റ്റ് ഭീകരത ലോക സമാധാനത്തിനും തന്നെ വെല്ലുവിളിയാകുന്നു എന്ന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര നിയമങ്ങളും എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ട് അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ ഒത്താശയോടെ ഇറാനെതിരെ അവർ നടത്തുന്ന ആക്രമണം ഉടനടി നിർത്താൻ ലോകമാകെ ഒന്നിച്ച് സ്വരമുയർത്തണം. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര സമൂഹം ഇസ്രായേലിന്റെ ആക്രമണം തടയാൻ ഉടൻ ഇടപെടണം. ഇന്ത്യൻ ഗവൺമെന്റ് പശ്ചിമേഷ്യയിലെ സമാധാനത്തിനും നീതിക്കും വേണ്ടി വ്യക്തമായ നിലപാട് സ്വീകരിക്കാനും ഇസ്രായേലിനെതിരെ ശക്തമായ പ്രതിരോധ സ്വരം ഉയർത്താനും തയ്യാറാകണം. ഇറാൻ-ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മടങ്ങിയെത്തുന്ന കേരളീയർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണമെന്നും ഡൽഹി കേരള ഹൗസിലെ റെസിഡൻസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഡൽഹിയിലെത്തുന്ന കേരളീയർക്ക് കേരള ഹൗസിൽ താമസ സൗകര്യം ഒരുക്കും. ഇതിനുശേഷം വിമാനം ലഭ്യമാകുന്ന മുറയ്ക്ക് മലയാളികളെ കേരളത്തിലേക്ക് അയക്കുകയും ചെയ്യും. ഇറാനിലെയും ഇസ്രായേലിലെയും സ്ഥിതി ആശങ്കാജനകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ പശ്ചാത്തലത്തിൽ തിരികെ കേരളത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന മലയാളികൾക്ക് നോർത്ത് ഗ്ലോബൽ കോണ്ടാക്ട് സെന്ററിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ പേര് രജിസ്റ്റർ ചെയ്യാം. നോർത്ത് ഗ്ലോബൽ കോണ്ടാക്ട് നമ്പറായ 180042533939 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്കും അതുപോലെ തന്നെ 918802012345 എന്ന അന്താരാഷ്ട്ര മിസ്ഡ് കോളും ചെയ്യാവുന്നതാണ്. ഇവരുടെ വിവരം വിദേശ മന്ത്രാലയത്തിനും ഇറാനിലെയും ഇസ്രായേലിലെയും ഇന്ത്യൻ എംബസികൾക്കും കൈമാറുകയും തുടർന്ന് നടപടികൾക്ക് വഴിയൊരുക്കുകയും ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരള തീരത്തിനടുത്തായി ഉണ്ടായ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് കടലിലും കരയിലുമായി അടിയുന്ന വസ്തുക്കളും അതിന്റെ അനുബന്ധ വിവരശേഖരണവുമായി ഒരു വെബ് ആപ്ലിക്കേഷൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വികസിപ്പിച്ചിട്ടുണ്ടെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി. വസ്തു കണ്ടെത്തിയ വ്യക്തിയുടെ പേര്, മൊബൈൽ നമ്പർ, കാണപ്പെട്ട വസ്തുവിന്റെ അടിസ്ഥാന വിവരങ്ങൾ, വസ്തു കാണപ്പെട്ട ലൈവ് ലൊക്കേഷൻ അല്ലെങ്കിൽ അടുത്ത ലാൻഡ്മാർക്ക്, ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഈ ആപ്ലിക്കേഷൻ വഴി ശേഖരിക്കുന്നത്. കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ വരെയുള്ള കണക്കനുസരിച്ച് 65 കണ്ടെയ്നറുകൾ തീരത്ത് കണ്ടെത്തി. ഇവ വിവിധ പോർട്ടലുകളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം, കോവളം ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തിയ 21 ബാരലുകൾ വിഴിഞ്ഞം തുറമുഖത്തെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് എന്ന് സംശയിക്കുന്ന 2 ബാരലുകൾ കൊല്ലം ജില്ലയിലെ ആലപ്പാട്, കാസർഗോഡ് ജില്ലയിലെ കോയിപ്പാടി എന്നിവിടങ്ങളിൽ കരക്കടിഞ്ഞിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ട വാൻഹായ് 503 കപ്പൽ നിലവിൽ കേരള തീരത്ത് നിന്ന് 57 നോട്ടിക്കൽ മൈൽ ദൂരത്തിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. കപ്പലിൽ ഇപ്പോഴും തീയും പുകയും ഉള്ളതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. കപ്പലിൽ നിന്ന് താഴേക്ക് പതിച്ച കണ്ടെയ്നറുകൾ എറണാകുളം ജില്ലയിലെ തെക്ക് ഭാഗത്തും ആലപ്പുഴ, കൊല്ലം ജില്ലകളുടെ തീരങ്ങളിലുമായി വന്നടിയാൻ സാധ്യതയുള്ളതായി കോസ്റ്റ് ഗാർഡ് പറഞ്ഞു. ഈ സാഹചര്യത്തിൽ കപ്പലിൽ നിന്ന് വീണത് എന്ന് സംശയിക്കുന്നതായ ഒരു വസ്തുവും കടൽ തീരത്ത് കണ്ടാൽ സ്പർശിക്കാൻ പാടില്ല. 200 മീറ്റർ എങ്കിലും അകലം പാലിച്ച് മാത്രം നിൽക്കണം. ഇത്തരം വസ്തുക്കൾ കാണുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ 112 എന്ന നമ്പറിൽ വിളിച്ച് വിവരം അറിയിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു.
അതേസമയം ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര സമൂഹം ഇസ്രായേലിന്റെ ആക്രമണം തടയാൻ ഉടൻ ഇടപെടണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. സംഘർഷം കൂടുതൽ ആളിപ്പടരുന്നത് തടയാൻ ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടൽ അനിവാര്യമാണെന്ന പൊതുവായ അഭിപ്രായത്തെ ഇത് ബലപ്പെടുത്തുകയാണ്. ആഗോള സമാധാനം ലക്ഷ്യമിട്ടുള്ള ഏതൊരു നീക്കത്തിനും ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വം ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഇന്ത്യൻ ഗവൺമെന്റ് പശ്ചിമേഷ്യയിൽ സമാധാനത്തിനും നീതിക്കും വേണ്ടി വ്യക്തമായ നിലപാട് സ്വീകരിക്കണമെന്നും ഇസ്രായേലിനെതിരെ ശക്തമായ പ്രതിഷേധ സ്വരമുയർത്തണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. ഇന്ത്യ ചരിത്രപരമായി പലസ്തീൻ ജനങ്ങളുടെ അവകാശങ്ങളെ പിന്തുണച്ചിട്ടുള്ള ഒരു രാജ്യമാണ്. ചേരിചേര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ലോകസമാധാനത്തിന് വേണ്ടി നിലകൊണ്ട പാരമ്പര്യവും ഇന്ത്യക്കുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ നിലപാട് ഈ വിഷയത്തിൽ ഏറെ നിർണായകവുമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേവലം ഒരു പ്രാദേശിക സർക്കാരിന്റെ പ്രതികരണമായി കാണാൻ കഴിയില്ല. അത് ലോകസമാധാനത്തിന് വേണ്ടിയുള്ള ഒരു ജനതയുടെ, ഒരു നാടിന്റെ ഉറച്ച ശബ്ദമാണ്. ഇറാൻ-ഇസ്രായേൽ സംഘർഷം ഒരു മാനുഷിക ദുരന്തമായി വളരുന്നത് തടയാനും സമാധാനത്തിനായി ശബ്ദമുയർത്താനും നയതന്ത്ര ശ്രമങ്ങൾക്ക് പിന്തുണ നൽകാനും ലോകരാഷ്ട്രങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് വരേണ്ടതുണ്ട്. ഇവിടെ നമ്മുടെ മലയാളികളുടെ സുരക്ഷയും ജീവനും പരമപ്രധാനവുമാണ്. അവരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് നാം ഓരോരുത്തരും പിന്തുണ നൽകണം. നോർക്കയുടെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും ആവശ്യമെങ്കിൽ സുരക്ഷിതമായി നാട്ടിലേക്ക് മടങ്ങാൻ ശ്രമിക്കുകയും ചെയ്യുക. ലോകം ഉറ്റുനോക്കുകയാണ് ഈ സംഘർഷം എവിടെ ചെന്ന് നിൽക്കുമെന്നത്. സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.